നമ്മുടെ ഇൻഫെർട്ടിലിറ്റി സെഗ്മെൻ്റാണ് അടുത്തത് ഡോക്ടർ. അതിനകത്ത് ഒരു കത്താണ്, ചേർത്തലയിൽ നിന്ന് രശ്മി എഴുതിയ കത്താണ്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി, കുട്ടിക്ക് 26 വയസ്സ്, ഭർത്താവിന് 30 വയസ്സ്. 1 വർഷമായി പ്രഗ്നൻ്റ് ആകാൻ ശ്രമിക്കുന്നു, ആകുന്നില്ല. 6 മാസമായിട്ട് ചികിത്സയിലാണ്. അപ്പോൾ ഭർത്താവിനെ നോക്കുമ്പോൾ ബീജപരിശോധനയിലും ഈ കുട്ടിയുടെ സ്കാനിങ്ങിലും കുഴപ്പമില്ല. പക്ഷേ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാനായി കീഹോൾ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ ഭയങ്കര പേടിയാണ്. ഓപ്പറേഷൻ ചെയ്യാതെ ഈ അടുത്ത ടെസ്റ്റുകളൊന്നും ആവില്ലേ, ഗർഭിണി ആവില്ലേ എന്നുള്ളതാണ് പ്രശ്നം. ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാനായിട്ട് കീഹോൾ സർജറി ചെയ്യണം? അതിൻ്റെ ആവശ്യമില്ല. അതിലും സിമ്പിളായിട്ട് കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇൻവേസീവ് ആയിട്ടുള്ള സർജറിയാണ്. കോസ്റ്റും കൂടുതലാണ്. അതിലും മച്ച് മോർ ഈസി, കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസും കോസ്റ്റും ഒക്കെ കുറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അപ്പം നേരത്തെയാണ് നമ്മൾ HST എന്ന് പറഞ്ഞത്, ഒരു ഡൈ യൂട്രസിൽ ഇഞ്ചെക്ട് ചെയ്ത് എക്സ്റേ എടുക്കുന്ന ഒരു ടെസ്റ്റായിരുന്നു കൂടുതലായിട്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് കുറച്ച് പെയിൻഫുള്ളാണ്. അപ്പം ചെയ്യാൻ വേദന വരും. അപ്പം ഇപ്പം അത് ആ ഡൈ യൂട്രസിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ഒരു വല്ലാത്ത ഫീലിംഗ് വരും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ചിലർക്ക് തലകറക്കമൊക്കെ വരും. അപ്പോൾ അതൊരു പെയിൻഫുൾ. അപ്പോൾ അത് എല്ലാവർക്കും അത് നേരത്തെ എന്തെങ്കിലും ട്യൂബിൽ ബ്ലോക്ക് ചെക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ടുള്ളവർ ബാക്കിയുള്ളവരെ പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതല്ലാതെ സ്കാൻ ഡയറക്റ്റഡ് ആയിട്ട് സലൈൻ ഇഞ്ചെക്ട് ചെയ്ത് നമ്മൾ ട്യൂബിൻ്റെ പേറ്റൻസി നോക്കാവുന്ന ഒരു ടെസ്റ്റുണ്ട്. അത് കമ്പാരിറ്റീവ്ലി പെയിൻലെസ് ആണ്. അതുപോലെ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ പോകാം. അതിൻ്റെ പേരിലൊരു പെയിൻ ഉണ്ടാവുന്ന ഇത് വരുന്നില്ല. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ട്യൂബിൽ ശരിക്കും ബ്ലോക്ക് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ട്യൂബിൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് മെയിനായിട്ടുള്ള വരുന്നത്. ഇപ്പോൾ ട്യൂബൽ TB, അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, അങ്ങനെ പലതുകൊണ്ടും നമുക്ക് ഇൻഫെക്ഷൻസ്, അണുബാധ കൊണ്ട് ട്യൂബിൽ ബ്ലോക്ക് വരാം. പക്ഷേ ചിലപ്പോൾ അണുബാധയൊന്നും ഇല്ലാതെ തന്നെ ഈ മ്യൂക്കസോ അല്ലെങ്കിൽ ടിഷ്യൂസ്, അതിനകത്ത് തന്നെ സെക്രീഷൻസ്, യൂട്രസിൽ നിന്നുള്ള സെക്രീഷൻ, ട്യൂബിലെ സെക്രീഷൻസ് തന്നെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ബ്ലോക്ക് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി അതങ്ങ് ക്ലിയറപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഈ ടെസ്റ്റ് കഴിയുന്ന നെക്സ്റ്റ് മന്തിൽ തന്നെ മറ്റൊരു റീസൺസ് ഒന്നും ഇല്ലാത്തവരില്ലേ, ഇപ്പോൾ കൗണ്ട് കുഴപ്പമില്ല, അതുപോലെ തന്നെ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരിൽ നമ്മളൊരു 2 മോണിറ്റേർഡായിട്ട് നമ്മൾ 2-3 സൈക്കിൾ നോക്കി ഇത് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഈ ട്യൂബിൽ ബ്ലോക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം പലർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ചെക്ക് ചെയ്യുന്നതോടെ എന്തെങ്കിലും മൈനർ ബ്ലോക്കൊക്കെ ഉള്ളത് അതങ്ങ് ക്ലിയർ ആവുകയും അതോടുകൂടി തന്നെ നെക്സ്റ്റ് മന്ത് തന്നെ പ്രഗ്നൻസി കിട്ടുന്ന ഒരു നല്ല പെർസെൻറ്റേജ് കുട്ടികൾക്ക് പിന്നെ തന്നെ പ്രഗ്നൻസി കിട്ടാറുണ്ട്. അപ്പോൾ ഈ രശ്മി എന്താണ് ചെയ്യേണ്ടത്? അത് കൂടുതൽ എന്താ പറയുക, വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് അല്ലെങ്കിൽ? അതെ, രശ്മി ഇപ്പം ലാപ്രോസ്കോപ്പിക്ക് പോകേണ്ട കാര്യമില്ല. വേറെ ഇപ്പം അത് ആ ഡോക്ടറോട് തന്നെ ചോദിക്കാം, അതല്ലാതെ വേറെ ടെസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. അപ്പം പിന്നെ നമ്മൾ ലാപ്രോസ്കോപ്പി സജസ്റ്റ് ചെയ്യാൻ മറ്റ് ചിലപ്പോൾ റീസൺസ് ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. യൂട്രസിൽ ഒട്ടിപ്പിടുത്തം കൂടുതലായിട്ട് കാണുക, അല്ലെങ്കിൽ സിസ്റ്റായിട്ട് കാണുക, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം അത് വരാം. അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഇത് തന്നെ ചെയ്താൽ മതിയാവും. പിന്നെ ആക്റ്റീവ് ഇൻഫെക്ഷൻ, ഇപ്പം നമ്മൾ ട്യൂബിൽ ബ്ലോക്ക് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ആക്റ്റീവ് ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നോക്കേണ്ടത് ആവശ്യം. അങ്ങനെയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ട്യൂബിൽ ബ്ലോക്ക് അല്ലാത്ത രീതിയിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ആ ഡോക്ടർ ചെയ്യുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സെക്കൻഡ് ഒപ്പീനിയനും കൂടെ എടുക്കാവുന്നതേ ഉള്ളൂ.